ഹലോ ലിനു, എടാ അതെ നമ്മുടെ മറ്റേ ഉടായി പുതുപ്പില്ല, അവന്റെ പേരെന്തായിരുന്നു? ജോസഫ്. അവനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്നത്. സാലറി അല്ല ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? നേരായ മാർഗത്തിലുള്ള എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഒന്നെങ്കിൽ കള്ള പാസ്പോർട്ട്, അല്ലെങ്കിൽ കള്ളോപ്പ്. ഇപ്പൊ കുത്തി തുറന്ന് മോഷണവും തുടങ്ങി. അതിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈലിൽ അല്ലേ? ആകെ ഒരു ദുരന്ത കഥയാണ് അല്ലേടാ. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു എന്ന് നാട്ടുകാരുടെ ഇടയിൽ സംസാരം ഉണ്ടെന്ന് കരുതി എപ്പോഴും ഇങ്ങനെ സംഭവിക്കോ? ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ആരാണ് എന്നെ പറയരുതേ. പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യം ഉണ്ടോ അതിന്റെ? ചിലപ്പോ പന്നിപ്പനിയുടെ തുടക്കമായിരിക്കും. നാളെ പോലീസ് വരും, അവരോട് പറയേണ്ടി വരും. പോലീസാ? ചേട്ടാ ഇനിയിപ്പോ പോലീസ് വന്നല്ലേ ചേട്ടത്തൊക്കെ പറയല്ലോ. ചേട്ടാ പോലീസിന്റെ വരും. 5,000, 10,000, 50,000 അല്ല മറിച്ച് ചെയ്ത് ഒരു 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് 3 കള്ളികൾ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞൊടിയിടയിൽ മറുപടി തരണം. അതായത് ആലോചിച്ച് കള്ളം പറയരുത്. മനസ്സിലായോ? മനസ്സിലായി. എന്താണ് ചെയ്തത്? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ. ഇതിപ്പോ കുറെ പ്രാവശ്യം ആയല്ലോ പറയുന്നു. കുറെ പ്രാവശ്യം ഒന്നും പറഞ്ഞില്ല, 2 പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ അതൊരിക്കൽ ആദ്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ 3 പേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? സാലറി അല്ല ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. എല്ലാ പൈസയും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണ്. എനിക്ക് ഈ പ്രശ്നം വഴി ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോയി തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം. എടോ ഇതൊരു തരം ഇല്യൂഷനാ. ഒറ്റപ്പാട് സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുക. ഒന്നുമല്ലടാ, കഷ്ടകാലമുള്ളവൻ തല മുട്ടയടിച്ച അന്ന് കല്ലുമഴ പെയ്യും. അതാ സത്യം. ഒക്കെ ഞാൻ അന്നേ പറഞ്ഞതാ, വെറുതെ കിടന്ന് തിളക്കണ്ടാവും. പിക്ചർ അഭി